സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ചെമ്പേരി എരുവേശി പഞ്ചായത്തിലെ പുലിക്കുരുമ്പ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ തോമസ് സാറിന്റെ ഒരു അനുഭവം നമുക്ക് നേരിട്ട് നോക്കാം. നെറ്റ്സർ അവിടുന്ന് ആദ്യമായിട്ട് ഈ എരുവേശി പഞ്ചായത്തിൽ ഞാൻ മേടിച്ചുകൊണ്ട് റബ്ബറിന് ഉപയോഗിക്കുകയും ചെയ്തു. ഞാൻ റബ്ബറിന് പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ജൂൺ മാസത്തിലാണ് കൊണ്ടുപോയി ഇത് ഉപയോഗിച്ചത്. ഉപയോഗിച്ച് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ റബ്ബറിൻ്റെ പാല് കൂടാൻ തുടങ്ങി. കൂടി ആദ്യം ഞാനിങ്ങനെ ഓർത്തത് എങ്ങനെയാണ് അത് കൂടുമെന്ന് പറഞ്ഞാൽ അത് വളരെ ഫാസ്റ്റായിട്ടാണ് എൻ്റെ പാല് വർദ്ധിക്കുന്നത്. കാരണം പാലിന് നല്ല കൊഴുപ്പുമുണ്ട്. അത് 3 ദിവസത്തിലൊരു ടാപ്പിംഗ് ആയിരുന്നു. അത് എത്തി എനിക്ക് 250 മരം ഞാൻ ഷെയ്ഡ് ചെയ്തെടുത്ത് എനിക്ക് 55 ഷീറ്റ് വരെ അതിന് ലഭിച്ചു. ഒട്ടുപാല് ഉണ്ട്, അതുപോലെ ചട്ടപ്പാല്, അങ്ങനെ ഒരു അളവ് എനിക്ക് തോന്നുന്നത് ഇരട്ടി കൂടുതലായിട്ട് എനിക്ക് ഒരു വരുമാനം ആ സമയങ്ങളിൽ ലഭിച്ചു. അത് കഴിഞ്ഞ് ഞാൻ 2ാം വട്ടം ഇത് മേടിച്ച് ഉപയോഗിച്ചു. ഇപ്പോഴും നല്ല പാല് ലഭിച്ചുകൊണ്ടിരിക്കും. എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു റബ്ബറിന് 2 ലിറ്റർ എന്നുള്ള രീതിയിലാണ് റബ്ബറിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഓരോ ക്രോപ്പിനും വ്യത്യസ്തമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. എങ്കിലും നമ്മൾ മിക്സ് ചെയ്യുന്ന രീതി സെയിം ആണ്. നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ചെമ്പേരി എരുവേശി പഞ്ചായത്തിലെ പുലിക്കുരുമ്പ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ തോമസ് സാറിന്റെ ഒരു അനുഭവം നമുക്ക് നേരിട്ട് നോക്കാം. നെറ്റ്സർഫിന്റെ NPK ഷേത്ത് സ്റ്റിംറിച്ച് തുടങ്ങിയ വളപ്രയോഗം കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അനുഭവം നേരിട്ട് നമുക്കൊന്ന് ആസ്വദിക്കാം. അതോടൊപ്പം തന്നെ ഇത് എല്ലാവരും ഉപയോഗിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഞാൻ ഇത് റബ്ബറിനും കമുകിനും തെങ്ങിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. കമുകിന് നല്ല റിസൾട്ടാണ് എനിക്ക് ലഭിച്ചത്. നമുക്ക് നല്ല കരുത്തോടു കൂടി കയറി വരുന്നു. റബ്ബറിന് നല്ല പാല് ലഭിക്കുന്നുണ്ട്. പട്ടമരപ്പ് മാറുന്നുണ്ട്. ഞാൻ മഴക്കാലത്ത് വെട്ടിയിട്ട് ഈ വർഷം ഒരു മരത്തിൻ്റെയും പട്ട ഇതുവരെ മരച്ചിട്ടില്ല. നല്ല രീതിയിൽ നല്ല ഫലമാണ് ഇതിന് ലഭിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് നല്ല ഫലം ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. നിതീഷ് സൊളത്തുവൽ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ എരുവേശി ഗ്രാമപഞ്ചായത്തിലെ പുലിക്കുരുമ്പ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഉള്ളത്. എൻ്റെ കൂടെയുള്ളത് പ്രിയപ്പെട്ട തോമസ് സാറാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുര്യാക്കോസ് സാറുണ്ട്, സാറിന്റെ പേര് മാത്യു സാറുണ്ട്, ജോർജ് സാറുണ്ട്. നമ്മുടെ കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന കമ്പനിയുടെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ 1 വർഷക്കാലമായി ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട തോമസ് സാറിന്റെ ഒരു അനുഭവക്കുറിപ്പാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് അറിയാം. 24 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടി പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ അതിനൂതന നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത്. സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളെയും കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള വേറെ വളപ്രയോഗങ്ങളൊന്നും ഉപയോഗിക്കാതെ നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കർഷകർക്കുണ്ടായ അനുഭവങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. അതോടൊപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങളെ നിങ്ങളുടെ തോട്ടത്തിലേക്ക് ഉപയോഗിക്കുക. അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ മുഴുവൻ 24ലധികം സംസ്ഥാനങ്ങളിലെ കർഷകർ ഇന്ന് ജൈവ കാർഷിക മേഖലയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾക്കത് ഉപയോഗിക്കാം, അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാം എന്നുള്ളതാണ്. ഇന്ന് നമ്മളുള്ള ഈ ഒരു റബ്ബർ തോട്ടത്തിൽ കഴിഞ്ഞ 1 വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും വളരെ നല്ല റിസൾട്ട് എടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട തോമസ് സാർ. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവക്കുറിപ്പ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായി തന്നെ അദ്ദേഹത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ തോമസ് സാറിൻ്റെ അനുഭവങ്ങൾ എത്ര വർഷമായി കാർഷിക മേഖലയിൽ, അതോടൊപ്പം തന്നെ നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് എന്തൊക്കെ ലാഭങ്ങളാണ് ഉള്ളത് എന്നൊക്കെ തോമസ് സാർ നമ്മളോട് കർഷകരിലേക്ക് എത്തിക്കുന്നതാണ്. തീർച്ചയായും തോമസ് സാർ ഒരിക്കൽ കൂടി വളരെയധികം സ്നേഹത്തോടുള്ള സ്വാഗതം നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി പറയുകയാണ്. അതോടൊപ്പം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിൻ്റെയും അതോടൊപ്പം തന്നെ സാറിൻ്റെ അനുഭവങ്ങൾ നേരിട്ട് കർഷകരിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാം. താങ്ക് യു. എൻ്റെ പേര് തോമസ്. ഞാൻ ആർമിയിൽ നിന്ന് റിട്ടയർഡായിട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം 20 വർഷത്തോളമായിട്ട് കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും നിതീഷ് സാറുമായിട്ട് ഒത്തിരി പരിചയം ഉണ്ടായിരുന്നു. ഞങ്ങൾ ജെസിയിൽ അദ്ദേഹം സോണൽ പ്രസിഡൻറ്റും ഞാൻ വൈസ് പ്രസിഡൻറ്റും ആയിട്ട് ഇരിക്കുന്ന സമയങ്ങളിൽ അപ്പോൾ ഇതേപ്പറ്റി എന്നോട് കൂടുതലായിട്ട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഞാനതങ്ങനെ കാര്യമാക്കിയിട്ടില്ല. പലപ്പോഴും പറഞ്ഞാൽ എന്ന ഒരു സംശയ ദൃഷ്ടിയോടുകൂടിയാണ് ഞാനിത് കണ്ടുകൊണ്ടിരുന്നത്.
അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഞങ്ങളുടെ പഞ്ചായത്തിൽ കുര്യാക്കോസ് സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയും അവിടുന്ന് ആദ്യമായിട്ട് ഈ എരുവേശി പഞ്ചായത്തിൽ ഞാൻ മേടിച്ചു കൊണ്ടുപോയി റബ്ബറിന് ഉപയോഗിക്കുകയും ചെയ്തു. ഞാൻ റബ്ബറിന് പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ജൂൺ മാസത്തിലാണ് കൊണ്ടുപോയി ഇത് ഉപയോഗിച്ചത്. ഉപയോഗിച്ച് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ റബ്ബറിൻ്റെ പാല് കൂടാൻ തുടങ്ങി. കൂടി ആദ്യം ഞാനിങ്ങനെ ഓർത്തത് എങ്ങനെയാണ് അത് കൂടുമെന്ന് പറഞ്ഞാൽ അത് വളരെ ഫാസ്റ്റായിട്ടാണ് എൻ്റെ പാല് വർദ്ധിക്കുന്നത്. കാരണം പാലിന് നല്ല കൊഴുപ്പുമുണ്ട്. അത് 3 ദിവസത്തിലൊരു ടാപ്പിംഗ് ആയിരുന്നു. അത് എത്തി എനിക്ക് 250 മരം ഞാൻ ഷെയ്ഡ് ചെയ്തെടുത്ത് എനിക്ക് 55 ഷീറ്റ് വരെ അതിന് ലഭിച്ചു. അത് ഒട്ടുപാല് ഉണ്ട്, അതുപോലെ ചട്ടപ്പാല്, അങ്ങനെ ഒരു അളവ് എനിക്ക് തോന്നുന്നത് ഇരട്ടിയിൽ കൂടുതലായിട്ട് എനിക്കൊരു വരുമാനം ആ സമയങ്ങളിൽ ലഭിച്ചു. അത് കഴിഞ്ഞ് ഞാൻ 2ാം വട്ടം ഇത് മേടിച്ച് ഉപയോഗിച്ചു. ഇപ്പോഴും നല്ല പാല് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ പിന്നെ കമുകിനും ഉപയോഗിച്ചു. കമുക് നല്ല രീതിയിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചു. കമുക് നല്ല കരുത്തോടുകൂടി വരുന്നുണ്ട്. അതുപോലെ ഇതിന് എടുത്തു പറയത്തക്ക ഒരു കാര്യം ഞാൻ കണ്ടത്, എനിക്ക് പട്ടമരച്ച മരം ഉണ്ടായിരുന്നു. അതിൽ പട്ടമരപ്പ് മാറി പാലായി വരുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ഇതുവരെ ഉപയോഗിച്ചവരെല്ലാവരും തന്നെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ നല്ല അഭിപ്രായമാണ്. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ഒരുപക്ഷെ നല്ല ചൂട് സമയമാണല്ലേ? നല്ല ചൂട് സമയത്ത് ആയെങ്കിലും സാധാരണ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിൽ കൂടുതലായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം പാലിന് നല്ല കൊഴുപ്പുണ്ട്. ഇപ്പം ഞാൻ ഒരു ഷീറ്റ് 1 കിലോ അടുത്ത് തൂക്കമുണ്ട്. അതുപോലെ ഇപ്പം ഷീറ്റ് 10-20 ഷീറ്റ് എനിക്കിപ്പോഴും ലഭിക്കുന്നുണ്ട്. 250 ആ, ഇപ്പോഴും നമുക്ക് ഒരുപക്ഷെ തോമസ് സാർ പറഞ്ഞത് നമ്മുടെ 2 ലിറ്റർ പാൽ ഒഴിക്കുമ്പോൾ ഏകദേശം 1 കിലോ തൂക്കം നമുക്ക് ഒരു ഷീറ്റിന് 1 കിലോയുടെ അടുത്ത് തൂക്കം വരുന്നുണ്ട് എന്നുള്ളതാണ്. ആ പാലിന്റെ കൊഴുപ്പിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? കൊഴുപ്പിൽ DRC വളരെയധികം മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ടാണ് 1 കിലോ കിട്ടുന്നത് പറയുന്നത്. അപ്പൊ ഇപ്പോഴും നമുക്ക് സാധാരണ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് കിട്ടിയ ആനുപാതികത്തിൽ നോക്കുമ്പോൾ കൂടുതലായിട്ടുള്ള പാല് നമുക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ മികച്ച നല്ല ഗ്രേഡ് 1 ആയിട്ടുള്ള ഷീറ്റിലേക്ക്, കനം കൂടിയ ഷീറ്റിലേക്ക് നമുക്ക് 2 ലിറ്റർ പാലൊഴിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ കർഷകരും പറയുന്നത്. ഇത് തന്നെയാണ്, നെറ്റ്സർഫ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർഷകർക്കുണ്ടാകുന്ന ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കൊരു മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ഈൽഡിലായിക്കോട്ടെ, സസ്യത്തിന്റെ കരുത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റു രീതിയിൽ വരുന്ന പട്ടമരപ്പിൽ, റബ്ബറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പട്ടമരപ്പ്, അതുപോലെ തന്നെ ഇലപൊഴിച്ചിൽ നമുക്ക് മാറ്റം വന്നിട്ടുണ്ടാവുമല്ലോ. ഇലപൊഴിച്ചിനെ പറ്റി എനിക്ക് ഇപ്പം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ മരുന്നടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഇലപൊഴിച്ചിൽ ഉപയോഗിച്ചവർക്ക് ഇലപൊഴിച്ചിലിന് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടമരപ്പില്, സസ്യത്തിന്റെ ആരോഗ്യത്തില്, അതിലുപരി നമ്മുടെ മണ്ണിന്റെ ഘടനയെ തിരിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഈ ഉൽപ്പന്നത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തികച്ചും ഓർഗാനിക് ആണ്. നാച്ചുറലായിട്ട് സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങളും വളപ്രയോഗവും ഗ്രോത്തിനും വേണ്ടിയിട്ടുള്ള NPK, ഷേത്ത്, സ്റ്റിമറിച്ച് തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങൾ ഉപയോഗിക്കുക. ഓരോ കർഷകന്റെ വാക്കുകളുമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. തോമസ് സാർ ഇപ്പോൾ ഏകദേശം 20 വർഷത്തിലധികമായി കാർഷിക മേഖലയിലുള്ള ഒരു വ്യക്തിയാണ്. ആർമിയിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വളപ്രയോഗത്തിൽ നിന്നും നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ മണ്ണിരകളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് വീണിട്ട് ഇപ്പം പറമ്പിലോട്ട് ഇറക്കിയിട്ട് കുറേ ആയി. അതുകൊണ്ട് എന്നാലും പൊതുവെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു മണ്ണിരകളുടെ സാന്നിധ്യം നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണിന്റെ ഘടനയെ മാറ്റാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഉപയോഗക്രമം എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിച്ചു കൊടുക്കുന്നത്. ഒരു റബ്ബറിന് 2 ലിറ്റർ എന്നുള്ള രീതിയിലാണ് റബ്ബറിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഓരോ ക്രോപ്പിനും വ്യത്യസ്തമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. എങ്കിലും നമ്മൾ മിക്സ് ചെയ്യുന്ന രീതി സെയിം ആണ്. 1 ലിറ്റർ വെള്ളത്തിൽ 5 പ്രൊഡക്റ്റിൽ നിന്നും ഈ 5 ഒന്ന് കാണിച്ചോ. ഓക്കെ, ഈ 5 പ്രൊഡക്റ്റിൽ നിന്നും 2 ml എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക. ഇത് 500 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാനുള്ള ഉൽപ്പന്നം ഇത് നമുക്കുണ്ട്. ഇത് നമ്മൾ 200 ലിറ്റർ ആയാലും 100 ലിറ്റർ ആയാലും 300 ലിറ്റർ ആയാലും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് എടുത്ത് മിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓരോ ക്രോപ്പിനും വ്യത്യസ്തങ്ങളായിട്ടാണ് പറയുന്നത്. അത് ഏത് ക്രോപ്പിനാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിൽ വലിപ്പത്തിനനുസരിച്ചും സസ്യത്തിന്റെ പ്രായത്തിനനുസരിച്ചും അതോടൊപ്പം തന്നെ ക്രോപ്പിനനുസരിച്ചും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷെ മിക്സ് ചെയ്യേണ്ട രീതിയെല്ലാം സെയിം തന്നെയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കർഷകർ ഇത് ഏറ്റെടുക്കുകയാണ്. കാർഷിക മേഖലയിൽ വളരെയധികം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. ഒരുപക്ഷെ പല ആൾക്കാർക്കും ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ പേടിയാണ്. കാരണം മറ്റൊന്നുമല്ല, കാർഷിക മേഖലയുള്ളവർക്ക് പെട്ടെന്നൊരു വേറൊരു വളത്തിലേക്ക് മാറി ഓർഗാനിക് ആകുമ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ട പോലെ ശ്രീലങ്ക ആയി പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട്.
അതൊന്നും ആവാതെ നമുക്ക് സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഉണ്ടാക്കി അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, ഇന്ന് ടെക്നോളജിക്കൽ യുഗമാണ്, ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാർഷിക മേഖലയിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. വേറെ വളപ്രയോഗങ്ങളൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഇതിലൂടെ തന്നെ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. നാച്ചുറലായിട്ട് മണ്ണിൻ്റെ ഘടനയെ മാറ്റുന്നു, മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു, മണ്ണിൻ്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സസ്യത്തിൻ്റെ ആരോഗ്യ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നു, കൂടുതൽ വരുമാനം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരും ഇത് ഉപയോഗിക്കുക, കർഷകരുടെ അനുഭവങ്ങൾ ഏറ്റെടുക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർ, താങ്ക് യു. റബ്ബർ നമ്മൾ എങ്ങനെ പിന്നെ ഉപയോഗിക്കുന്നത്? റബ്ബർ നമ്മൾ ചോട്ടിലേക്ക് ഉപയോഗിച്ചു. ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന സമയത്തായാലും ഇങ്ങനെ ഒഴിക്കാം. വട്ടത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോ നമ്മൾ ഉപയോഗിക്കും. മുമ്പിലൊരു ഒരു ചെറിയൊരു മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് പോകണം. മണ്ണ് പൊട്ടിക്കണം. മണ്ണ് പൊട്ടിക്കണം. ഏറ്റവും നല്ലത്. കാരണം പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മണ്ണിൽ വീണ്, ഇത് ബാക്ടീരിയൽ ബേസ് ആണ്. അപ്പൊ മണ്ണുമായിട്ട് യോജിച്ച് കഴിയുമ്പോഴാണ് ഇവിടെ ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പൊ ആ മണ്ണിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിക്കും. എല്ലാ വിളകൾക്കും ഇതുപോലെ തന്നെ എല്ലാ വിളകൾക്കും അത് മണ്ണിൽ യോജിക്കണം. യെസ്. അതിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനെ സ്പ്രേ ചെയ്യുക. സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് സ്പ്രേ ചെയ്യാൻ വേണ്ടി കൂടെ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ നമുക്ക് പച്ചക്കറികളുണ്ട്, അതുപോലെ തന്നെ പൂച്ചെടികളുണ്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പുഴുക്കൾ മാറുന്നതിന് വേറെയാണ്. ആ ഇൻടാക്ട് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. ഇതിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇത് മണ്ണിലേക്ക് പോകണം. അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കെമിക്കൽ ഉപയോഗിച്ച പാത്രങ്ങൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തത്. പ്ലാസ്റ്റിക് പാത്രങ്ങൾ തന്നെ. ഇപ്പം നമ്മൾ തുരിശ് ഉപയോഗിച്ചത്, അതുപോലെ തന്നെ മറ്റ് കെമിക്കൽ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത്. എടുത്ത പാത്രങ്ങൾ ഉപയോഗിക്കരുത്. അത് നമുക്ക് അങ്ങനെയുള്ള പാത്രങ്ങളേ ഉള്ളൂവെങ്കിൽ ഉപ്പ്, മഞ്ഞൾ, പുളി തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ച് കഴുകി എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നല്ല പാത്രം. കാരണം ഇതൊരു ജീവാണുകളാണ്. നമ്മൾ കെമിക്കലുമായിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പാത്രമാണ് നല്ലത്. അലുമിനിയം പാത്രങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് പ്ലാസ്റ്റിക് പാത്രങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പാത്രങ്ങൾ, ഏത് പാത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ആൾക്കാർക്ക് റിസൾട്ട് 100% ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രങ്ങളിലല്ല, പക്ഷെ പാത്രങ്ങൾ എപ്പോഴും അണുവിമുക്തമായിരിക്കണം എന്നുള്ളത്. നല്ല പാത്രങ്ങളായിരിക്കണം. എന്നെങ്കിൽ മാത്രമാണ് ഈ ജീവാണു, കാരണം ഇതൊരു കോമ സ്റ്റേജിൽ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഈ ബോട്ടിൽ കിടക്കുന്നതാണ്. ഒരു മില്ലി എന്ന് പറയുമ്പോൾ 10 കോടിയിലധികം ബാക്ടീരിയയാണ് ഇതിൽ വരുന്നത്. ആ ബാക്ടീരിയകളെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മണ്ണിലേക്ക് പൂർണ്ണമായിട്ടും കെമിക്കൽ രഹിതമായിട്ട് നമുക്ക് ഉപയോഗിക്കണം. അതുപോലെ തന്നെ വേറെ വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയമാണെന്ന് കൂട്ടിക്കും. നമ്മളിപ്പോൾ ഒരു രാസവളം ഇട്ട ഒരു സ്ഥലങ്ങളാണെങ്കിൽ 15 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏത് വളങ്ങളാണെങ്കിലും 15 ദിവസത്തിന് ശേഷം. ഇനി നമ്മുടെ വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും 15 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഷേത്ത് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മുടെ കുമ്മായം പോലും ഉപയോഗിക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. സാധാരണ എല്ലാവരും കുമ്മായം ഉപയോഗിക്കുന്നതാണ്. കുമ്മായം എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥമാണ്. കാൽസ്യം ഹൈഡ്രേറ്റിലയുടെ ഒരു കെമിക്കൽ പദാർത്ഥമായിട്ട് വരുന്നതാണ് കുമ്മായം എന്ന് പറയുന്നത്. തെങ്ങിന് നമുക്ക് 8 ലിറ്റർ ഒഴിച്ചു കൊടുക്കാം. വലിയ തെങ്ങിന് 8 ലിറ്റർ ഒഴിച്ചു കൊടുക്കാം. ചെറുതിനാണെങ്കിൽ 2 മുതൽ 8 ലിറ്റർ വരെയാണ് തെങ്ങിന് വരുന്നത്. ചെറുത് മുതൽ. കവുങ്ങിനാണെങ്കിൽ 1 ലിറ്റർ മുതൽ 5 ലിറ്റർ വരെയാണ് കവുങ്ങിന്. വലിയൊരു കവുങ്ങാണ്. അതിന് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് അനുഭവിക്കുന്ന ഒരു കവുങ്ങാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 ലിറ്ററിന് ഉപയോഗിക്കണം. സാധാരണ നോർമൽ ആണെങ്കിൽ ഒരു 3 വർഷം കൊണ്ട് കായ്ക്കുന്ന നോർമൽ ആണെങ്കിൽ നമുക്കൊരു 3 ലിറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് താഴോട്ടില്ല. ഇപ്പം ഉരിയാവ് സാറിൻ്റെ ഒരു 2 വർഷമായിട്ടുള്ള കവുങ്ങാണ്. അതിനൊരു 2 ലിറ്റർ 2 ലിറ്റർ അങ്ങനെയില്ല. ഒരു നോർമൽ ആയി കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം, ഒരു 20-25 കൊല്ലം ഇതിനൊരു 5 ലിറ്റർ ഒഴിച്ചു കൊടുക്കും. അതെ. ബാക്കിയില്ല തന്നെ ഒരു 3 ലിറ്റർ 4 ലിറ്റർ അങ്ങനെ ഒഴിച്ചു കൊടുക്കും. മാക്സിമം പോയി കഴിഞ്ഞാൽ 5 ലിറ്റർ. അങ്ങനെയാണ് കവുങ്ങിന്. ബാക്കിയെല്ലാം അതെ. ജാതിക്കാണെങ്കിൽ ഒരു 15 ലിറ്റർ വരെ ഒഴിക്കേണ്ട ജാതികളുണ്ട്. കാരണം വലിയ ജാതികളൊക്കെ ആണെങ്കിൽ നല്ല വ്യത്യാസമാണ്. ജാതിയുടെ നമുക്ക് ഇവിടെ പറയുകയാണെങ്കിൽ നമ്മുടെ ഉളിക്കലിൽ നമ്മുടെ പൊഴിയത്ത് ജോസ്, ഒരു പക്ഷേ അറിയുമെന്നറിയില്ല, നമ്മുടെ ഈ മേഖലയിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന കഴിഞ്ഞ 3 വർഷം, ഇപ്പം 4ാമത്തെ വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. ശാസ്താംകുന്നിൽ ബേബി അല്ല, ഉളിക്കൽ വിളമന അമല ഹോസ്പിറ്റലിൽ പിന്നെ മാനേജറായിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അവരൊക്കെ ഒരു 4 വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. ജാതിക്കൊക്കെ നല്ല റിസൾട്ട്. കശുമാവിന് അദ്ദേഹമാണ് ഈ പറഞ്ഞ രീതിയിൽ ഈ മേഖലയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച 2 വ്യത്യാസം. ശാസ്താംകുന്നിൽ ബേബി എന്ന് പറഞ്ഞു ഉളിക്കൽ വിളമനൻ്റെ അപ്പുറം. അപ്പോൾ അവരാണ് ഈ മേഖലയിൽ ആദ്യം ഉപയോഗിക്കുന്നത്. 5 ബോട്ടിലായിട്ട് വരുന്ന ഈ സാധനം ഇത് എല്ലാം സെപ്പറേറ്റ് ആണ്. 5 ഐറ്റമാണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാം നമ്മളിപ്പോ മിക്സർ, കാരണം നമ്മളിപ്പോ ഒരു മിക്സർ വളം മേടിക്കുമ്പോൾ അവർ പറയുന്നതാണ് കൂട്ടിയിടുന്ന പരിപാടി ഉണ്ടല്ലോ. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതി. കാരണം നൈട്രജൻ ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഒരു പ്രദേശത്ത് പൊട്ടാഷ് മാത്രം കുറവുണ്ടാവും. അപ്പോൾ പൊട്ടാഷ് മാത്രം നമുക്ക് ഇതിലൂടെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെയുള്ള രീതിയിൽ വരുന്ന സെപ്പറേറ്റ് ആയിട്ട്. കാരണം ഒരു സസ്യത്തിന് നമ്മൾ 2 മില്ലി കൊടുക്കുമ്പോൾ എല്ലാത്തിൽ നിന്നും 2 മില്ലി കൊടുത്തു കഴിയുമ്പോൾ അതിനാവശ്യമായ എല്ലാ ഘടകങ്ങളും കൃത്യമായി ലഭിക്കുന്നു.
ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇത് വളപ്രയോഗം, സൂക്ഷ്മ മൂലകങ്ങളും വളപ്രയോഗത്തിനും അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. ഇത് മണ്ണിന്റെ pH ലെവലിനെ പോലും കൺട്രോൾ ചെയ്യുന്ന, മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. ഇത് ഗ്രോത്ത് പ്രൊമോട്ടറാണ്. ഇത് ഗ്രോത്ത് പ്രൊമോട്ടറാണ്. ഗ്രോത്ത് പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ PGR, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ബൾവിക് ആസിഡ്, ഹ്യൂമിക് ആസിഡ് തുടങ്ങിയ ചെടികളുടെ, അതായത് പുറമേയുള്ള ഔഷധ ചെടികളിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അത്രയും ഇതൊരു ടോണിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് ഈ ഓരോ ഉൽപ്പന്നത്തിലും വരുന്നത്. ഇപ്പൊ അന്തരീക്ഷത്തിൽ വേറെ വളങ്ങൾ ആവശ്യമില്ല. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് പറയുന്നത് നൈട്രജനാണ്, 78%. ഈ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി കൊടുക്കാനുള്ള ബാക്ടീരിയൽ അപ്ലൈ ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ നൈട്രജനെ അതിന് വലിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. പക്ഷെ നമ്മുടെ രാസവളം ഉപയോഗിച്ച് കഴിയുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യനെ വെന്റിലേറ്റർ കിടത്തുന്നതിന് തുല്യമാണ്. കൃത്രിമമായിട്ട് നമ്മൾ കൊടുക്കുന്നു, അത് കുറച്ച് കഴിയുമ്പോൾ ആ വെന്റിലേറ്റർ അതിന്റെ ആ ശ്വാസം എടുത്തു കഴിയുമ്പോൾ അത് അവിടെ അവസാനിക്കും. ഇത് ക്രോപ്പിനനുസരിച്ചാണ്. റബ്ബറിനാണെങ്കിൽ 2 തവണ, കശുമാവിനാണെങ്കിൽ 2 തവണ, അതുപോലെ ബാക്കിയുള്ള വിളകൾക്കാണെങ്കിൽ വർഷത്തിൽ 3 തവണ, പച്ചക്കറികൾക്കാണെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തു. റബ്ബറിന് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അതിന്റെ ഈൽഡ് എത്ര കാലം നിൽക്കും? എത്ര ഒരു 10-30 ടാപ്പ് ഇങ്ങനെ കിട്ടുമോ? ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് 3 മാസം വരെ അതിന്റെ അത് നിന്ന് കിട്ടി. ഉപയോഗിച്ച ആൾ കൂടി ഉണ്ടായത് കൊണ്ട് 2 പേരുണ്ട്. പിന്നെ ഇത് കാണിക്കും, അതോ റെഗുലറായി ഇങ്ങനെ ഒരു ഒരേ ലെവലിൽ നിൽക്കും, ഒരേ രീതിക്ക് നിൽക്കും അല്ലേ? നമ്മളിപ്പം ഉത്തേജന ഔഷധങ്ങൾ പെരട്ടാറുണ്ടല്ലോ, മറ്റു സാധനങ്ങളൊക്കെ പെരട്ടുമ്പോൾ ആയിട്ട് 2-3 ഇല്ലാണ്ടാക്കി കിട്ടുന്നത്, അങ്ങനെയാണോ കാണിക്കുന്നത്? ഇത് കൺസിസ്റ്റൻസി ഉണ്ടാവും, അതായത് തുടർച്ചയായിട്ട് നമുക്കത് ലഭിക്കും. അതിന് പ്രത്യേകത എന്ന് പറയുന്നത് മണ്ണിനോ മരത്തിനോ ഒരു പ്രശ്നം ഉണ്ടാവും, സ്ഥിരമായിട്ട് അവിടെ നിൽക്കും. ഇവിടെ ഒരാൾ ഉപയോഗിച്ചതുകൊണ്ട് അവിടെ ഷാജി കുന്നുംപുറം പുള്ളിപ്പം ഇത് വരാൻ പറ്റിയില്ല. പുള്ളി ഈ സമയത്ത് അത് പറയാം. ഞാനിപ്പോ നവംബറിലാണ് ഉപയോഗിച്ചത്. ഇതിന്റെ ഈൽഡ് എത്ര മാസം കിട്ടുമെന്ന് നോക്കിയിട്ട് പറയാം. അല്ല, ഷാജി ഉപയോഗിച്ച്, ഷാജി സാധാരണ ഈ സമയത്ത് 4 ഷീറ്റ് കിട്ടുന്നിടത്ത് ഇപ്പം 12 ഷീറ്റ് കിട്ടുന്നു. അതുപോലെ ഈ പട്ടമരപ്പിന് തേക്കൊന്നും വേണ്ട, ഇതിലൂടെ തന്നെ പട്ടമരപ്പ്. കാരണം പട്ടമരപ്പ് ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ സസ്യത്തിന് ആവശ്യമായ, റബ്ബർ ആയിക്കോട്ടെ ഏതായിക്കോട്ടെ, അതിന് ആവശ്യമായ മൂലകങ്ങൾ കൃത്യമായിട്ട് ലഭിക്കണം എന്നുള്ളതാണ്. ആ മൂലകങ്ങളെ ലഭിക്കുക, ആ മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഉൽപ്പന്നം അവിടുത്തെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ പലതരത്തിലുള്ള മൂലകങ്ങളുണ്ട്. പക്ഷെ നമ്മൾ വഹിക്കുന്ന ഇതേതാ? ഓക്സിജൻ. ബാക്കിയൊന്നും നമുക്ക് അതിന് കഴിവില്ല. അല്ല, നമുക്ക് അത് വലിച്ചെടുക്കുന്നത്, നമ്മുടെ കഴിവ് എന്താണ്? ഓക്സിജനെ മാത്രം വലിച്ചെടുക്കുക എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ നൈട്രജന്റെ ബാക്ടീരിയ എടുക്കുമ്പോൾ നൈട്രജനെ വലിച്ചെടുത്ത് കൊടുക്കും, മണ്ണിലുള്ള ഫോസ്ഫേറ്റിനെ വലിച്ചെടുത്ത് കൊടുക്കും, മണ്ണിലുള്ള പൊട്ടാഷിനെ വലിച്ചെടുത്ത് കൊടുക്കും, മണ്ണിലുള്ള ബാക്കി വരുന്ന സിങ്ക് ആയാലും കോപ്പർ ആയാലും അയൺ ആയാലും മോളിബ്ഡിൻ ആയാലും തുടങ്ങിയ എല്ലാ മൂലകങ്ങളെയും, മാംഗനീഷ് ആയാലും എല്ലാം എത്തിച്ചു കൊടുക്കും. അതാണ്. ഓക്കെ, ഇപ്പൊ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 പേരുണ്ട്. ഇല്ലല്ല, നമ്മൾ ഇതുമായിട്ട് ചെമ്പേരിയുടെ മൊത്തത്തിലൊരു ബുദ്ധികേന്ദ്രമാണ്. അതെ അതെ. അപ്പൊ എന്തായാലും കുര്യാക്കോസ് സാറിന്റെ ഒരു അനുഭവ വീഡിയോയും കൂടെ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. കാരണം അദ്ദേഹം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മുടെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ കർഷകർക്ക് ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ട് ഈ ഒരു ഉൽപ്പന്നം മാറുന്നുണ്ട്. ഉപയോഗിച്ച വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം പറയിപ്പിച്ചല്ല, എല്ലാം കേൾപ്പിച്ചല്ലായിരുന്നു. ഒരു പ്രാവശ്യം ക്ലാസ്സിൽ തീർന്നല്ലോ. അപ്പൊ എന്തായാലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ആൾക്കാരുടെ ഒരു അനുഭവങ്ങളും അവരുടെ ഒരു സംശയ ദൂരീകരണമാണ് ഇവിടെ നടന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് കാണുക എന്നുള്ളത് മാത്രമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ നീന്തൽ പഠിക്കുവാൻ വേണ്ടി നമ്മൾ പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. സംശയങ്ങൾ നമുക്ക് പലതരത്തിലുണ്ടാവും. പക്ഷേ അത് ഉപയോഗിച്ച് നമ്മൾ പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്കായിട്ട് ഏത് സമയത്തും നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റും. കൊറിയറായിട്ട് അയച്ചുതരാം. ചാക്ക് കണക്കിനുള്ള വളപ്രയോഗമല്ല, ഇത് ലിക്വിഡ് ബേസ് ആണ്. നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പോയിട്ട് ചെയ്യാം. 1 ഏക്കറോ 10 ഏക്കറിനോ വേണമെങ്കിൽ ഒരു ബോക്സിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഒരു കാര്യം മാത്രം, വെള്ളം ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ്. ഇതാണ് ഈർപ്പം ഉണ്ടായിരിക്കണം, വെള്ളം ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, നെറ്റ് സർഫ്. താങ്ക് യു സാർ, എല്ലാവർക്കും നന്ദി. വീണ്ടും കാണും വരെ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. പഞ്ചായത്ത് സീനിയർ സിറ്റിസന്റെ പരിചയപ്പെടുത്തിയത് ചെമ്പേരി സീനിയർ സിറ്റിസൺ പ്രസിഡന്റും. ഓക്കെ. മാത്യു സാർ അല്ലേ? മാത്യു സാറ് നമ്മുടെ സീനിയർ സിറ്റിസന്റെ എരുവേശിയിലെ പഞ്ചായത്തിന്റെ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജോർജ് സാറ് ചെമ്പേരിയിലെ സീനിയർ സിറ്റിസന്റെ സെക്രട്ടറി, പ്രസിഡന്റ് ആണ്.
അപ്പോൾ ഇവരൊക്കെ ഇന്ന് കാർഷിക മേഖലയിൽ ഈ ഉൽപ്പന്നത്തെ പരിചയപ്പെടുവാനും ഉപയോഗിച്ച ആൾക്കാരുടെ അനുഭവങ്ങൾ കാണുവാൻ വേണ്ടിയിട്ട് നമ്മൾ തോട്ടത്തിലേക്ക് വന്നതാണ്. ഇവരൊക്കെ അത് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ പുതിയ ഒരു വെള്ളി വെളിച്ചം നമുക്ക് ഈ ഒരു ഉൽപ്പന്നത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുന്ന ഓരോ വ്യക്തികളെയും ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നത്സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ.